പിന്നെ ഈ സാധനം കൂടി ഉണ്ട്. ഇതാണ് ആദ്യം നമ്മൾ സർപ്രൈസ് ആയി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ അവിടെ നിന്ന് ഫുക്കറ്റിൽ കണ്ടപ്പോൾ ഒരു കൂറ പോലത്തെ ഒരു സാധനം കവറിൽ ഞാൻ വെച്ച് അവിടെ പിന്നെ അങ്ങനത്തൊക്കെ തിന്നുമല്ലോ ആൾക്കാർ. അപ്പോൾ ഞാൻ വിചാരിച്ച് തിന്നണം. നോക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സാധനം. അപ്പോൾ മിജുവിനെയും ഇവരൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതും കൂടി ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ആദ്യം ഓരോ കയ്യിലിട്ട് പേടിപ്പിക്കുക, എന്നിട്ട് അതിന് ശേഷം ഒരു കൊടുക്കുക, തിന്നാൻ കൊടുക്കുക. ഞാൻ തിന്ന് കാണിച്ചു കൊടുക്കുക. ഇത് തിന്നണ സാധനമാണ്, സ്പെഷ്യലായിട്ട് മേടിച്ചാണ്, ബർത്ത്ഡേക്ക് മേടിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് തിന്ന് കാണിച്ചു കൊടുക്കുക. വയലൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഷോട്ട് നമ്മൾ മുകളിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് ഷാമോനാണ്. അപ്പോൾ ഉമ്മക്ക് അറിയില്ല ഇപ്പം ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കണ സമയത്ത് ഷാമോൻ ബാക്കിൽ നിന്ന് ഇത് പൊട്ടിക്കും. ടപ്പ് 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 ഒരു 30 ഷോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതേപോലെ ഈ വ്ളോഗ് പകുതിയാകുമ്പോൾ നമ്മൾ ദുബായിലോട്ട് പോകുന്നതാണ്. അതായത് നമ്മളങ്ങ് പോവല്ല, വ്ളോഗ് പോകുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഉപ്പാടെ ബർത്ത്ഡേ 3 ദിവസം മുമ്പ്. അപ്പോൾ ഉപ്പാടെ ബർത്ത്ഡേക്ക് അവിടെ നിന്ന് ഒരു വ്ളോഗായിട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പാക്ക് സർപ്രൈസ് എടുക്കുന്ന ഒരു വ്ളോഗ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. സോ അത് സെക്കൻഡ് ഹാഫിൽ, അതായത് ഈ വ്ളോഗ് പകുതിയാകുമ്പോഴത്തേന് നമ്മൾ ദുബായിലോട്ട് കയറുന്നതാണ്. ഉപ്പാനെ സർപ്രൈസ് ആക്കിയൊരു വിഷ്വലുകളൊക്കെ ഉണ്ട്. ഉപ്പാനെ സർപ്രൈസ് ആക്കി ഉപ്പാക്ക് ബൂട്ട് മേടിച്ചു കൊടുത്ത് നമ്മൾ. അതേപോലെ തന്നെ വിളിക്കണ്ടോ ഷെഫീക്ക് നാട്ടിൽ നിന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഞാൻ ഷെഫീക്കോട് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാണ്ട് ഫുൾ സെറ്റ് ചെയ്ത് ദുബായിലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നു. ഉപ്പാക്ക് കൊടുക്കാനുള്ള കേക്ക് മുതലെല്ലാം അവിടെ നിർത്താൻ മതി എന്നുള്ള രീതിക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് പോയിട്ട് മോഫിസ്കയും സൈഫുക്കയും ഷുഹൈബും പിന്നെ ഷുഹൈബ് എസ്ബിക്കനെ അറിയില്ലേ, നമ്മൾ ദുൽഖറിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഷുഹൈബ് എസ്ബിക്കും പിന്നെ നമ്മളൊരു ഫ്രണ്ട് അമീൻ, ഇവരൊക്കെ കൂടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് കുറച്ചുകൊണ്ട് കഴിയുമ്പോഴത്തേന് അവർ ഈ വ്ളോഗ് കീഴടക്കുന്നതാണ്. അതായത് നമ്മൾ ദുബായിലോട്ട് പോകുന്നതാണല്ലേ. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് മുകളിൽ സെറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഉമ്മ വരുന്നുണ്ട്, വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അനിയൻ. അപ്പോൾ ലെറ്റ്സ് സീ. നമുക്ക് 4 സർപ്രൈസാണുള്ളത്. 1 കൂറ പൊരിച്ചത്, 2 കേക്ക്, 3 ബാഗ് അവിടെ വെച്ച് തന്നെയാണ്, ഹാൻഡ് മെയ്ഡ് ബാഗ്. എനിക്ക് ഗേൾസിൻ്റെ സെലക്ഷനും പരിപാടികളൊന്നും അറിയില്ല. അതായത് ഇനിയിപ്പോൾ ഉമ്മാക്ക് ഇഷ്ടപ്പെടുമോ അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കാണുകയാണെങ്കിൽ, അതായത് ആ സാധനം മേടിച്ചത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ റേറ്റ് ചെയ്യുക. അതായത് എത്ര രസമുണ്ട് അത്, അതായത് പോരാന്നാണോ അതോ വേർഡ്സ് രസമായിക്കണോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞുതരിക. അപ്പോൾ അതാണ് 3ാമത്തെ സാധനം. ഇനി 4ാമത്താണ് മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷാമോൻ അവിടെ പോയി നിൽക്കുന്നുണ്ട് സ്കൈ ഷോട്ട് പൊട്ടിക്കാൻ. അപ്പോൾ നമ്മൾ ഉമ്മാനായിട്ട് കേക്കിയിട്ട് എങ്ങനെയും അവിടെ എത്തിക്കണം. അപ്പോൾ 4ാമത്തെ സർപ്രൈസ് അങ്ങനെ 1 2 3 4 യെസ് ബൂം 4 സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 ചെറിയ സാധനങ്ങൾ എന്നാലും 4 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉമ്മത ഇപ്പം എത്തും. അപ്പോൾ ഇനി ഇപ്പം ഉമ്മ കയറുന്ന സമയത്തേക്ക് ഇത് പറയാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ഓക്കെ എത്തിക്കണോ, ക്ലിയർ ഇല്ല പക്ഷെ എത്തിക്കണം. ഞാൻ ഡോറിൻ്റെ ബാക്കി വിളിച്ചിരിക്കുക. Happy birthday to you. Happy birthday to you. Happy birthday to you, ma. Yay. പൈസ കഴിക്കാൻ പാടില്ല ബർത്ത്ഡേക്ക്. ഒരു കേക്കും കൂടി വന്നിട്ടുണ്ട്. ആരെ കേക്കാ? ഉമ്മയുടെ ഫ്രണ്ട് പ്രതീഷ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉറുമ്പ് വരുന്നേ. അല്ല അതിപ്പോ എടുക്കണ്ട, ഒരു കേക്ക് കുറിക്ക് ആദ്യം. ഫസ്റ്റ് ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. മിജു അങ്ങനെ തിരിഞ്ഞിക്ക്. ഇങ്ങോട്ട് നോക്കരുത്. ബിസ്മില്ലിക്കോ അങ്ങനൊന്നുമില്ല. തിരിയല്ലേ മിജോ ബിസ്മില്ല് ഇങ്ങോട്ട് ബിസ്മില്ല് കയ്യോർക്ക്. എവിടത് എനിക്ക് വീടുന്നില്ല. ഫുക്കറ്റ് ഇത് ഫ്രൈ ആണ്, കൂറ ഫ്രൈ തായ്ലാൻഡിത്തെ. വേണോ? ഇതാ ഫുക്കറ്റ് പോയി കൂറിനെ കഴിക്കും. ഒന്നും അറിയില്ല.
ഇതാ നിങ്ങൾക്കൊക്കെ മേടിച്ചുള്ള കുറെ 3 ആൾക്കുള്ള കൂറ കഴിച്ചിട്ട് പോയാ മതി ഇതൊക്കെ ഇതാ അവിടെക്കടാ അവിടേക്ക് നമ്മള് ഷിഫ്റ്റ് ചെയ്യാൻ പോവാ തായ്ലൻഡിക്ക് ഫുക്കറ്റിക്ക് കൂറ കഴിച്ചിട്ട് പോയാ മതി. ഇതാ വയർക്ക് പിടിച്ചേ ആ കഴിച്ചിറക്കി. ആ കൂറ ഫ്രൈ ആണിത്. പിന്നെന്താ വിചാരിച്ച് തേങ്ങയാണിത്, കൂറ ഫ്രൈ ആണ്. പോലെ ഐഷ് ഇന്നെ കഴിക്കണ്ടു പോരെ. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് നിക്ക് മീച്ചോ. ആ അത് കൂറ ഫ്രൈ ആണ്, ബർത്ത്ഡേ ഗിഫ്റ്റിന്റെ ഒക്കെ. ഇത് പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചത് ചവച്ചിറക്കി മണ്ട കൂടെ സൈഡിൽ വെച്ചല്ലോ. അത് ഞാൻ അവിടെ തന്നെ വെച്ചു. പിന്നെ ഇതിന്റെ ഒരു ഗിഫ്റ്റ് ബാഗ്. എങ്ങണ്ട് ഇഷ്ടപ്പെട്ടോ? എനിക്കറിയില്ല, ഞാൻ പെട്ടെന്ന് സെലക്ട് ചെയ്താ. രസമുണ്ടോ? ഹാൻഡ് മെയ്ഡ് ആണ്. എന്തൊക്കെ കാട്ടിക്കണ ശരിക്കും പൂക്കി. ബാഗ് ഐറ്റംസ് ഉണ്ട്. ഇതിൽ കൂറൊന്നുമില്ല. ഇത് പിടിക്കുന്ന നമുക്കെന്നാ മുറിക്കാം. ഒരു കേക്ക് ആദ്യം മുറിച്ചാ പോരെ? എന്നാ നമുക്ക് ആകാശം കണ്ട് മുറിച്ചാലോ? ബാ പോടാടുന്നു. ആ ഒന്നും കുഴപ്പമില്ല. ഇനി ബാബ എടുത്ത് ഡ്രസ്സൊക്കെ എടുത്തുണ്ടോ? ആ ഇനി കുഴപ്പമില്ല, നമുക്ക് ഇടാം. അല്ല ഇട്ടെടുത്ത് പോസ്റ്റ് ഇടാ. വേറെ ഇപ്പൊ സമയപരിധികളുണ്ട്. ഫ്രണ്ട്സുകളൊക്കെ ഗിഫ്റ്റ് തന്നുണ്ടോ? ഉമ്മയുടെ പ്രത്യേകം എന്താ വെച്ചാൽ ഉമ്മയുടെ കോളേജിലുള്ള ആ ബന്ധങ്ങൾ ഉമ്മ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് LKG ഗ്രൂപ്പ് വരെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകളൊക്കെ. ഇടക്കിടക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഓരോന്ന് സർപ്രൈസ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആര് വിളിച്ചോ? ആ പഴയ സ്കൂളിലെ ഉമ്മ ഇതായിരുന്നു കേട്ടോ, ചെയർമാന് അല്ലേ കോളേജിലത്തെ? ഗേൾ ചെയർമാൻ. ആ അയ്യോ, ഇവിടുന്ന് വിളിക്കണോ അത് മോളി പോണോ? മോളി പോ. ഇവിടെ ടാങ്കും ഇതൊക്കെ ഉണ്ട്, ടാങ്കൊക്കെ ഉണ്ട്. അമ്മേ ആർക്ക്? ഞാനല്ലപ്പം നിങ്ങളെന്ത് പേടിക്കണം മുത്തേ? ഇതാ ഇവിടുത്തെ ഷീറ്റ് കാറ്റ് പോയോ? ബാ മുറിക്കാം. അമ്മേ ഫോൺ അയ്യോ വെയ്യാണ്ടായി കയറിയിട്ട്. ഇങ്ങോട്ട് ഇവിടുന്ന് ലൈറ്റ് അടിച്ചോ? ഇവിടുന്ന് ലൈറ്റ് അടിച്ചോ? ഇതാ ഇവിടെ നിന്നോ. മുറിക്കട്ടെ? ഇതമ്മ മുറിക്കണേ. ശരി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഉമ്മ. ഞാൻ കഴിക്കൂല ഷുഗർ കട്ടാ. മക്കളെ ഷുഗർ കട്ടാന്ന് ഒരു മാസം കഴിഞ്ഞാൽ കറക്റ്റ് ആണെന്ന് അറിയട്ടാ.
പടക്കം കാണിച്ചു തുടങ്ങി. ഇങ്ങോട്ടുന്നോ പടക്കം. ഞാനും ഇങ്ങനെ ഇവിടുന്ന് കൗണ്ട് ഞാൻ അല്ല ഇതിപ്പോ എനിക്ക് സ്റ്റോപ്പ് വെക്കാൻ പറ്റില്ല. കറക്റ്റ് ടൈമിങ്. ഒരു മാസം കഴിഞ്ഞാൽ ചോദിക്കു തീരെ തിന്ന സൈലബാനും ഇവനും എന്താ സൽമാനും തിന്ന് 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 മതിയായിട്ട് ഇപ്പൊ ഷുഗർ ഒരു മാസം പോട്ടെ, ട്രൈ ചെയ്ത് നോക്കാലോ അല്ലേ? കൊടുക്ക്. ഇവര് രണ്ടെണ്ണത് തിന്നാതെ നടക്കുന്നുള്ളതാ. ഇതാ ഇഷ്ടല്ലേ മാനോ അങ്ങനെ ഭക്ഷണം. ശമനോട്ടില്ലേ തരണല്ലേ ഷുഗർ കുറഞ്ഞ സെറ്റ്. ഇനി ബാക്കി ചർച്ചകളൊക്കെ താഴ്ന്ന് ശമനം ആദ്യം പറ്റിച്ചതാ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ മുകളിൽ നിന്ന് നേരെ താഴത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുകളിൽ വെളിച്ചം കുറവ്. അതാകുമ്പോൾ ഇവിടെ കുറേ ലൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചത്തിൽ ഉമ്മ പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ഉമ്മാനെ നമ്മൾ മുകളിൽ നിന്ന് അടിക്ക് കൊണ്ടുവരുന്ന വരെ ഉമ്മാനെ കൊണ്ട് ഒന്നും മിണ്ടിപ്പിച്ചില്ല. കാരണം ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു തരിപ്പ് കളയണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കൂടി കേൾക്കാന്നുള്ള രീതിക്ക് വെച്ചിട്ട്, പിന്നെ അതേപോലെ ഉമ്മാക്ക് മൂത്രയ്ക്കാണെന്ന് പറഞ്ഞ് നോ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞ് പിടിച്ചു നിർത്തിയതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഉമ്മ ബർത്ത്ഡേ സർപ്രൈസ്? ആദ്യം കൂറനെ തന്ന് സർപ്രൈസ് ചെയ്തു. എടാ ശമനെ, കൂറ വിചാരിച്ചതിനേക്കാളും സീനായി. ഞാൻ തിന്നടിച്ചെടുത്ത് ഉമ്മ സീനാക്കി ടെൻഷനായി. അല്ലടാ, സംശയം എങ്ങനെയാന്നറിയാം, ഇവനെ അവിടെ പോയി വന്നതല്ലേ, ആ കൂറിയും തേളൊക്കെ തിന്നണ സ്ഥലത്ത് നിന്ന് പോയി വന്നതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പൊ പറയാ നിങ്ങള് തിന്നണം, അതിനായിട്ട് കൊടുന്നതാണ്. ലാസ്റ്റ് ഇവര് വായിലിട്ട് എന്നിട്ട് കടിക്കണ പോലെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഉമ്മ കാണാത്ത ക്യാപ്പിൽ അങ്ങനെ കടിക്ക് വെച്ച് കഴിച്ചു പറഞ്ഞു. അപ്പൊ എനിക്ക് മാജിക് പഠിക്കാനുള്ള ചാൻസ് ഉണ്ട് ഈ നിലക്കാണെങ്കിൽ. എന്നിട്ട് എങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കേക്ക് കട്ട് ചെയ്ത് അപ്പൊ പിന്നെ അതിനാലതായിരുന്നു. അപ്പൊ പറഞ്ഞു വളരെ ഡീസന്റ് ആയിട്ട് മാന്യമായിട്ട് പറഞ്ഞ എന്താന്നറിയോ, മാന്യമായിട്ട് പറഞ്ഞത് എന്താ വെച്ചാല് എന്താണ്, നമുക്ക് ഈ കേക്ക് മേലെ പോയി കട്ട് ചെയ്താലോ രസമല്ലേ. അപ്പൊ സെറ്റ് ഞാൻ പറഞ്ഞ അങ്ങനെ നമ്മള് പോവാ, നമ്മളെപ്പോഴും ഇടക്കും പോണല്ലോ, ഇവിടുന്ന് വേണോ അവിടുന്ന് വേണോന്ന് പറഞ്ഞ. ഏതായാലും കേറണല്ലേ, നമുക്ക് നമ്മളെ സ്ഥലത്ത് തന്നെ കേറിയിട്ട് ചെയ്യാം. പക്ഷെ അവിടെ വെളിച്ചല്ല, എന്നിട്ടും പിന്നെ എന്തിനു പിന്നെ കൊണ്ടേ എന്നുള്ളത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞിങ്ങനെ അത് നക്ഷത്രങ്ങൾ കണ്ടിട്ട് എക്സ്പെക്ട് ചെയ്തില്ല. അതിന്റെ ഇടയ്ക്ക് മിജു വന്നിട്ട് പടക്കം പൊട്ടിക്കാനൊക്കെ അറിയാതൊക്കെ അത് ആയപ്പോ ഇതിന്റെ പെടുന്നേ അല്ല ഇജ്ജ് എന്നാലും ഉമ്മടും വെച്ച് എന്തിനാ പറയണേ? അനക്കറിയും, പിന്നെ ഉമ്മടും വെച്ച് പറയണോ? മാത്രല്ല ഞാൻ ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ട് ലാലിക്കാക്ക് എന്തെങ്കിലും ഒപ്പിച്ചില്ല. പിന്നെ അടുത്ത് ഞാൻ ക്യാപ്പില് പടക്കം കിട്ടിയില്ല, നമുക്ക് പടക്കം ഫ്ലോപ്പായി. ഇവനോട് ഞങ്ങൾ ചാടിക്കാൻ പോയപ്പോ ഉണ്ടായിരുന്നില്ല, നിങ്ങൾ അതിന്റെ ഇടയിൽ ഒപ്പിച്ചതല്ലത്. ആ സമയത്ത് വന്ന പാടുമ്മ ഞാനില്ല ചായ കുടിക്കാൻ, എനിക്ക് ഉറങ്ങണം, യാത്ര ചെയ്ത ക്ഷീണം ഇല്ല. ഞാൻ പിന്നെ പറയാം, ഞാൻ കേക്ക് കുടിക്കാൻ പോവാണ്, പടക്കം വെക്കാണ്. അപ്പൊ കിട്ടിയില്ല, ഞങ്ങൾ പോയി ചായ കുടിച്ചിട്ട് പോന്നതിന്റെ ശേഷമാണ് ഇപ്പൊ ഈ കഥകളൊക്കെ ഉണ്ടായത്. എന്തായാലും കൂറ വല്ലാത്തൊരു നല്ലൊരു ബർത്ത്ഡേ അല്ലേ? കൂറ ബർത്ത്ഡേ. അല്ല വേറെ കേക്ക് വന്നിട്ടുണ്ടല്ലേ? ആ ഒരു കേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്റെ ഫ്രണ്ടുകള് ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. പേരൊക്കെ ഒന്ന് പറയട്ടെ, ഫ്രണ്ട്സുകള് എല്ലാരും. അതെല്ലാം എന്തുണ്ടായിന്നറിയോ? എന്താ ഈ മക്കളെ അറിയില്ല സുഹൃത്തുക്കളെ, എന്റെ ഫ്രണ്ട്സ് എല്ലാരും കേക്ക് ഒക്കെ അയച്ചു നിൽക്കണോ സൈഡിലോട്ടേക്ക്. അപ്പോഴേ ഞങ്ങളിപ്പോ ഇന്ന് പുറത്തു പോയപ്പോഴേ ഒരു കോള് വന്ന് പേര് ഇന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴും ഞാൻ ഡൗട്ടിനോട് എന്താ പറഞ്ഞറിയാം, അതിൽ ആലുക്കാക്ക് ഒപ്പിച്ച പണിയാണെന്ന് സംശയം കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചത് എന്താ സംഭവം തന്നെ. അതൊന്നും അറിയില്ല താത്ത, ഒരു ബോക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബോക്സിന് കിട്ടാൻ ഞങ്ങളവിടെ ഇടക്ക് വെച്ചിട്ട് അവരെ മേടിച്ച് സാധനം ഒക്കെ പറഞ്ഞു.
പക്ഷെ ടിഷ്യൂ അവരോട് ചോദിച്ചാൽ ആരാ അത് അയച്ചിട്ട് വെച്ചപ്പോൾ അത് അവർക്ക് അറിയില്ല, എവിടുന്ന് അയച്ചിട്ട് വെച്ചപ്പോൾ അതും അറിയില്ല. മൊത്തത്തില് കൺഫ്യൂഷനായി. ലാസ്റ്റ് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഡിഗ്രിക്ക് പഠിച്ച ചങ്സുകളുണ്ട് കുറച്ചെണ്ണം. ചങ്സു ആറ്റിലെ ഒരാളെ ഞാൻ ആളെന്ന് ഞാൻ കണ്ടുപിടിച്ച്, അവര് പ്രതീഷ്, അതായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട്. പിന്നെ അങ്ങനെ 2-3 ഫ്രണ്ട്സുകൾ അയച്ചിട്ടുണ്ട്. അതെ, ആ ചെക്കനൊന്ന് കിട്ടണ്ട. പിന്നെ ബാബാടെ വക ഗിഫ്റ്റ് ഉണ്ട്, ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ വേറെ ഫ്രണ്ടുകളെ വക, വേറെ 2 ഫ്രണ്ട്സുകളെ വക ഗിഫ്റ്റ് എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ മാമാടെ വക. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ആ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് നമുക്ക് കേക്കൊക്കെ മുറിക്കാന്ന് പറഞ്ഞു. ഒരു കേക്കും കൂടി ഉണ്ട്. ആ കേക്ക് എടുത്തോണ്ടാ മിജു ഫ്രിഡ്ജിൽ. അയ്യോ ഞാൻ കേക്ക് മുറിക്കല്ലേ, മുറിക്കണ്ട, കാണിക്കണുള്ളൂ, കുഴപ്പമില്ലല്ലോ. പടച്ചോനെ, വ്ളോഗ് നേരെ ദുബായിലോട്ട് പോവാണ്. അല്ല വേഗം കാണിച്ചു കൊടുക്കും, മക അങ്ങനെ ഒരു ആഗ്രഹം തീർക്ക്. അത് വേഗം എടുക്കും മിജു. അതാണ് സംഭവം. അപ്പൊ എന്തായാലും ക്യാപ്പ് ആരാണ് സെറ്റ് ചെയ്തത്? ക്യാപ്പ് വേറെ ഇല്ല, മാക്സിമം ബിഗ് സൈസ് ആണിത്, XXL. സൂപ്പർ ക്യാപ്പ്. ചെറുതല്ല, ചെറുതാന്നല്ലേ പറഞ്ഞ? അല്ല, ഇതറിഞ്ഞെങ്കിൽ ഇവിടെ ഓരോ ബർത്ത്ഡേയുടെ ക്യാപ്പൊക്കെ കിടന്നീന്ന് എടുത്താൽ മതിയായിരുന്നു, കൊള്ളില്ലെങ്കിൽ. എന്നാ പിന്നെ ഒരു കേക്ക് തന്നെ വെച്ചാ പറയുന്നത്, പകുതി പകുതി എടുക്കാം എല്ലാ ബർത്ത്ഡേക്കും. ഓരോ കൊല്ലത്തിനല്ലേ? അനക്കല്ല മാച്ചാണ് എന്തായാലും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകള്. സ്പോൺസർഡ് ബൈ അല്ല പോയാളാണ്. കേക്ക് പൊട്ടിക്കൊന്നും വേണ്ട, പൊട്ടിക്കണ്ട, ജസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ നിഷ, നമ്മുടെ ഫ്രണ്ട്സ് കൊടുത്താണ്. അതെ, ഹാപ്പി അല്ലേ, സന്തോഷയില്ലേ? അങ്ങനല്ല, ആര് എന്ത് ചെറിയ സാധനം സന്തോഷമല്ലേ? നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് തരുന്ന അത് ആർക്കാണെങ്കിലും അതൊരു വിഷയമായാലും അടിച്ച് മാഷാല്ലാ. പിന്നെ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും, പിന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ വന്നിട്ട് കുറെ വിഷ് ഇങ്ങനെ എടുക്കുന്നുണ്ട്, അതൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് വിചാരിക്കുന്നത് അല്ലേ? പിന്നെ മിജുവിന് 6ാം ക്ലാസ്സുകാരൻ, ഞാനൊക്കെ ഈ പ്രായത്തില് മൂക്കൊലിച്ച് ഷഡിടാണെന്നല്ലേ പറഞ്ഞേ, മൂക്കൊലിച്ച് ട്രൗസർ ഇട്ട് നടക്കിയെന്ന് പറഞ്ഞു ആ സമയത്ത്. അപ്പൊ 6ാം ക്ലാസ്സിൽ 100K അടിച്ചു. ബിഗ് അച്ചീവ്മെന്റ് ബ്രോ, മാഷാല്ലാ. എന്റെ അക്കൗണ്ട് കുറെ സീനിലുണ്ട്, അല്ലെങ്കിൽ തകർക്കായിരുന്നു അല്ലേ? പിന്നെ ഒറ്റക്കല്ല, ഇവരെ സപ്പോർട്ടും കൂടി കൊണ്ടാണ്, എല്ലാവരും സപ്പോർട്ടും കൂടി കൊണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ വ്ളോഗിന്റെയും പിന്നിലുള്ള ഒരേ ഒരു വ്യക്തി റിച്ചു. മിജുവിന്റെ എഡിറ്റിംഗ് മുതൽ എല്ലാ കണ്ടന്റും പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി റിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു ചെറിയ വ്ളോഗിന് ദുബായിലോട്ട് പോവുകയാണ്. അടുത്തതായി നമ്മളെ വ്ളോഗ് കൈമാറുകയാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ ഫ്രണ്ടിനും തന്ന ഗിഫ്റ്റ് തന്ന എല്ലാവരും പേരെടുത്ത് പറയില്ല, ഒരുപാടുണ്ട്. ആർക്ക് മനസ്സിലായിക്കണം, ഞാൻ പറഞ്ഞുതരാം അതിന്റെ എന്താണ് ട്രിക്ക്. ദുബായിന്ന് വ്ളോഗ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി SBK വ്ളോഗ് കണ്ടിന്യൂ എന്നാണ്. അപ്പൊ വ്ളോഗ് ബാക്കി ദുബായിൽ നിന്ന്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ നിഹാലിന്റെ ഉപ്പാന്റെ ബർത്ത്ഡേക്ക് നിഹാലിന്റെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മളൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കാൻ പോണ്. നമ്മളെ കൂടെ സൈഫൊക്കെ ഉണ്ട്, ഇച്ചുണ്ട്, അമീനുണ്ട്. ഗ്രൗണ്ട് സപ്പോർട്ടിന് നിഹാലിന്റെ മ്യാമുണ്ട്, മ്യാമനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പോയി നോക്കാം. അയ്യോ, ആകെ ഒരു കേക്കേ ഉള്ളൂ, കുറഞ്ഞ സമയമുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കൂടുതൽ സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരു കേക്കും കുറച്ച് ഡ്രസ്സസും ആണ് നമുക്കുള്ളത്. ടെക്നിക്കലി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇങ്ങനെ എടുക്കാനുണ്ട് നിപ്പാന്ന് അറിയുന്നു, വെർട്ടിക്കൽ ഹൊറിസോണ്ടലല്ലോ. പണി കഴിഞ്ഞ് പോകുമ്പോൾ ഗിഫ്റ്റാണ് ബൈ. ബാബാ വേറെ ആൾക്കാരുണ്ടോ? എന്താ പ്രശ്നമാണോ?
തീരെ രാത്രി 12 മണിക്ക് ശേഷം ആ ചങ്ങായി മ്യാമനിലൂടെ പറഞ്ഞത് 2 മണി ഒക്കെ ഓർക്കായിരുന്നു. നിങ്ങളെപ്പോഴാ പറയാം മാമൻ ഉണ്ടെങ്കിൽ ഫുൾ സെറ്റാണ്. മാമെന്ന് പറയുമ്പോ തന്നെ ഹാപ്പി ബർത്ത്ഡേ ബാബ. ഉറക്കാണല്ലേ? ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെയാണോ? ഇങ്ങോട്ട് എണീക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്നിറങ്ങുന്ന. Many more happy returns of the day. നയിക്കല്ലേ? വാ. എണീറ്റോളൂ. ഞമ്മള് ദുബായി നിങ്ങളെ ബർത്ത്ഡേ ഞാൻ വന്നിട്ടുള്ളൊരു മാസായി. അപ്പൊ കല്യാണത്തിന് ഞാൻ കല്യാണത്തിന് പോയില്ല. ശരിക്കും പോയിട്ടോ? ശരിക്കും കാണുന്നത് നിങ്ങളെ ബർത്ത്ഡേ നിങ്ങൾക്ക് ഓർമ്മയില്ല? നാളെ 12 മണിയായി. മണിയായി. നിഹാൽ മോനെ ഏൽപ്പിച്ചാണിത്. പ്രത്യേകിച്ച് ബാബാനെ സർപ്രൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ ശരിക്കും സർപ്രൈസ് ആയിരിക്കും. പ്രതീക്ഷിക്കാതെ ഞങ്ങളെത്തും. അതെ. വീട്ടിലെ കഴിച്ചിട്ടല്ലേ? ഒരുപാട് സമ്മാനങ്ങളുള്ള ഒരുപാട് സമ്മാനങ്ങളാണ് നിഹാലിന്റെ വാപ്പ കുറച്ച് കുട്ടികൾ. അതുകൊണ്ടാണ് നിഹാല് ഒരു ബൂട്ട് തന്നെ മേടിക്കണം പറഞ്ഞത്. ബാബക്ക് തിരിച്ചും കൊടുക്കുകയാണ്. മ്യാമൻ കൊടുക്കി തുറക്കണ്ട. ഇതൊന്നും ഞങ്ങളതല്ല, ഇതൊക്കെ നിഹാലെ ഏൽപ്പിച്ചതാണ് ഞങ്ങളെ. ആമീൻ. മ്യാമൻ ഫുള്ളാണോ? എന്താണ് നിയാലിനോടും ഫാമിലിനോടും പറയാനുള്ളത്? അല്ലാഹു എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം ഉണ്ടായിക്കോട്ടെ. ഇനിയും ഒരുപാട് പിറന്നാളുകൾ ഒരുമിച്ച് കൂടാൻ അപ്പൊ ശരി, അസ്സലാമു അലൈക്കും. അപ്പൊ സുഹൃത്തുക്കളെ, നിഹാലിന് വേണ്ടിയിട്ട് സർപ്രൈസ് പാർട്ടി അത് സക്സസ് ആയില്ലേ? വളരെ സക്സസ് ആയി. ഇയാളെ കൂട്ടിയപ്പോ ഇച്ചനെ കൂട്ടിയപ്പോ സക്സസ് ആവില്ല എന്ന് ഞാൻ വിചാരിച്ചത്. കൊളവും വിചാരിച്ചിരുന്നു. അപ്പൊ നമ്മളെ ഉദ്ദേശം അത് മാത്രമായിരുന്നു. നിഹാലിന്റെ സന്തോഷം, സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. നിഹാലിന് വേണ്ടിട്ട് ഞങ്ങൾ എന്തും ചെയ്യാനുള്ള കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയതാണ് ഓന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതത്രേ ഉള്ളൂ. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും. ഓക്കെ, ബൈ ബൈ ബൈ. അപ്പൊ ഉപ്പാടെയും ഉമ്മാടെയും ഉപ്പയും ഉമ്മയും എല്ലാരും ഹാപ്പി ആയെന്ന് വിചാരിക്കണ്. ഹാപ്പി അല്ലേ? അതേപോലെ ഇപ്പൊ നിങ്ങൾ കണ്ട ദുബായില് ഇങ്ങനെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യാനും ഞാൻ പ്ലാൻ പറഞ്ഞപ്പോൾ തന്നെ ഫുൾ സെറ്റാക്കി തരാനും സഹായിച്ച എല്ലാവരും, SBK എടുത്തു പറയാനുള്ളത് SBK, മോഫിസ്ക, സെയ്ഫുക്ക, ഷെഫീക്ക, പിന്നെ എൻ്റെ കൂട്ടുകാർ അമീൻ, പിന്നെ അതേപോലെ തന്നെ മാമൻ, നിഷുമാമൻ, ഇവരെല്ലാവരും കൂടി സെറ്റ് ചെയ്ത് ഉപ്പ കിടന്നുറങ്ങിയത്. ഇപ്പൊ നിങ്ങൾ വിഷ്വൽ കണ്ട പോലെ ഇപ്പൊ കിടന്നുറങ്ങിയത്. അതായത് ഇപ്പൊ നല്ല ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നത്. ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോ ഫുള്ള് ഷോക്ക് ആയിക്കണം. ആണല്ലേ? എന്തെങ്കിലും അവരവിടെ ഒപ്പിക്കാറുണ്ട്, പക്ഷെ പുറത്തുനിന്നുള്ള എന്റെ ഫ്രണ്ട്സുകളെ വിട്ടിട്ട് ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ബാബ പ്രതീക്ഷിച്ചില്ല. എന്നോട് പറഞ്ഞെങ്കിലും ഒരു ക്ലൂ എങ്കിലും തരാനില്ല. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും ഹാപ്പി ആണെന്നായിരിക്കും, നമ്മൾ ഹാപ്പി ആകുന്നത് പോലെ നിങ്ങൾ ഹാപ്പി ആണെന്നായിരിക്കും ബ്ലോഗ് കണ്ടിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ബൈ.